ബൈക്കിൽ തിരികെ പോകുമ്പോൾ നന്ദന്റെ വയറിൽ ദേവു കൈചുറ്റി പിടിച്ചു. ചെറിയൊരു ചാറ്റൽ മഴ ഇരുവരെയും നനച്ചുകൊണ്ട് കടന്നുപോയി. ദേവു ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നിരുന്നു. വീട്ടിലെത്തുമ്പോൾ ചെറുതായി ഇരുട്ട് വീണിരുന്നു. വലിയൊരു മഴ വരുന്നതിൻ്റെയാണ്. നേരം ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉറങ്ങണ്ടാട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് നടക്കുന്നവളെ നോക്കി ഉറക്കെ പറയുമ്പോൾ ദേവു നാണത്തോടെ തിരിഞ്ഞു നോക്കി. ചുരിദാർ വെച്ച് മാറ്റുമ്പോഴേക്കും ഡോറിൽ ലോക്ക് വീണിരുന്നു. ദേവു നനഞ്ഞ ടോപ്പ് അയൽ വിരിച്ചിട്ടു. വേറെ ടോപ്പ് എടുക്കുമ്പോഴേക്കും കയ്യിൽ പിടി വീണിരുന്നു. ദേവു അവനെ കൂർപ്പിച്ചു നോക്കി. ഇതൊന്നും ഇപ്പൊ വേണ്ട. നന്ദൻ അത് ബെഡിലേക്ക് എറിഞ്ഞു. ദേവുവിൻ്റെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റുമ്പോൾ നനഞ്ഞ ശരീരത്തിലെ ചൂട് അവർ നന്നായി അറിഞ്ഞു. നെറ്റിയിലും കവിളിലും ചുംബിച്ച് ചുണ്ടുകളെ നുണയുമ്പോൾ കറണ്ടും പോയി. നന്ദൻ അവനിലേക്ക് അവളെ ഒന്നോടെ ചേർത്ത് നിർത്തി. ഇടിയും മിന്നലും വന്നപ്പോൾ ദേവു പേടിയോടെ നന്ദനെ ചുറ്റിപ്പിടിച്ചു. കഴുത്തിൽ ചുണ്ടുകൾ ഇഴയുമ്പോൾ ദേവു അവനെ തള്ളി മാറ്റി. മതി, ഞാൻ ചായ വെക്കാം. ദേവു ബെഡിൽ നിന്ന് ടോപ്പ് എടുത്തു. എനിക്ക് ഇപ്പോൾ ചായയല്ല വേണ്ടത്. നന്ദൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. വീട് നന്ദേട്ട. ഇക്കിളിപ്പെടുത്തുന്ന വിരലുകൾ എടുത്തു മാറ്റാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കട്ടൻ വേണ്ടേ? ദേവു ചോദിച്ചു. വേണ്ട, ഇത് മതി. നന്ദൻ അവളുടെ ചുണ്ടിലൊന്ന് തഴുകി. ദേവു നാണത്തോടെ ചിരിക്കുമ്പോൾ നന്ദന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു നടന്നു. അടർന്നു വീഴുന്ന വസ്ത്രങ്ങളിൽ തണുപ്പ് ശരീരത്തെ കീഴടക്കാൻ തുടങ്ങി. നന്ദന്റെ വിരലുകളുടെ മായാജാലത്തിൽ ദേവു സ്വയം മറന്നിരുന്നു. നന്ദന്റെ കൈകൾ സഞ്ചരിക്കുന്ന വഴികളിൽ ദേവു വിവശയായി. അവളിലെ ഓരോ അണുവും ചുണ്ടുകളിൽ നുണഞ്ഞുകൊണ്ടും നാവുകളിൽ തഴുകിക്കൊണ്ടും അവളിലെ സ്ത്രീയെ ഉണർത്തി. ദേവു നന്ദന്റെ നെഞ്ചിൽ ചുംബിച്ച് നുണഞ്ഞുകൊണ്ട് ചുണ്ടുകൾ താഴേക്കിറക്കി. നന്ദൻ നെറ്റി ചുളിച്ച് തലയുയർത്തുമ്പോഴേക്കും അവളുടെ ചലനങ്ങൾ വേഗത്തിലായി. ദേവുവിൻ്റെ തലമുടിയിൽ അവൻ്റെ വിരലുകൾ ശക്തമായി തഴുകി. തനിക്ക് തരുന്ന അതേ സുഖങ്ങൾ അവളും പകർന്നു കൊടുത്തിരുന്നു. മറ്റേതോ ലോകത്തെന്ന പോലെ നന്ദൻ ഒന്ന് ഉയർന്നുപോയി. കിതപ്പുകൂടി നനഞ്ഞ ചുണ്ടോടെ ഉയർന്നു വന്ന പെണ്ണിനെ വലിച്ചിട്ട് ചുണ്ടുകൾ കവർന്ന് അവളിലേക്ക്. അതിനനുസരിച്ച് ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നു. ചുണ്ടുകളിൽ പൊടിയാൻ തുടങ്ങി. ഒരു കിതപ്പോടെ നന്ദൻ നേരെ കിടക്കുമ്പോൾ അടിവയറ്റിലെ ചെറിയ അനുഭൂതിയിൽ ദേവും കിതച്ചുപോയി. നന്ദൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ദേവു അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു. നന്ദൻ എന്തോ ആദ്യമായി നാണം തോന്നി. തലചരിച്ചു ദേവുവിനെ നോക്കുമ്പോൾ അവൾ മിഴികൾ അടച്ച് തുടങ്ങിയിരുന്നു. രണ്ടാളും നന്നായി വിയർത്തു തുടങ്ങി. ആ സമയം ഫാനും കറങ്ങി തുടങ്ങി. നന്ദനും മെല്ലെ മിഴികൾ പൂട്ടി. ദേവു എഴുന്നേൽക്കുമ്പോൾ നേരം നന്നേ ഇരുട്ടിയിരുന്നു. സമയം 6 മഴ കൂടിയപ്പോൾ ഒരുപാട് ഇരുട്ടിയ പോലെ. തലചരിച്ചു നോക്കുമ്പോൾ നന്ദൻ കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കത്തിലാണ്. മെല്ലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ധരിച്ചു. നേരെ പോയത് ബാത്റൂമിലേക്കാണ്. ഒന്ന് കുളിച്ചു വന്ന് വിളക്ക് വെച്ചു. പിന്നെയാണ് അടുക്കളയിലേക്ക് കയറിയത്. രാത്രിയിലേക്കുള്ളത് ആദ്യം ഒരുക്കി. ചപ്പാത്തിയും മസാലക്കറിയും. പിന്നെയാണ് ചായ വെച്ചത്. പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. പോയി കുളിച്ചിട്ട് വാ. ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. നന്ദൻ മടിയോടെ അവളെ പുണർന്നു. സാരല്ല, ചെല്ല്. നന്ദൻ അവളുടെ കവിളിൽ നിന്ന് നുള്ളിക്കൊണ്ട് തോർത്തെടുത്ത് ബാത്റൂമിൽ കയറി. നന്നായി വിസ്തരിച്ചൊന്ന് കുളിച്ചു. ഉച്ചയ്ക്ക് നടന്നതൊക്കെ ഓർക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഭംഗിയുള്ള ഒരു പുഞ്ചിരി വിരിഞ്ഞു. മുണ്ടുമാറ്റി നനഞ്ഞ തല തോർത്തി അകത്തേക്ക് കയറിയപ്പോൾ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ദേവു അടുക്കള വാതിലിൽ ചാരി ഹാളിലേക്ക് നോക്കി നിൽപ്പുണ്ട്. നന്ദൻ അവളെ സംശയത്തോടെ നോക്കി. പിന്നെ ഹാളിലേക്ക് നോക്കി. നാരായണനെയും മാലിനെയും കണ്ട് അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴാ സുമ കാര്യം പറഞ്ഞത് കേട്ട ഉടനെ ഇങ്ങ് പോന്നു, നാരായണൻ പറഞ്ഞു. നന്ദൻ ദേവുവിനെ നോക്കിയപ്പോൾ അവൾ തലകുനിച്ചു കളഞ്ഞു. മാലിനി സാരി തലപ്പുകൊണ്ട് കണ്ണീരൊപ്പി. നീ എന്തിനാ കരയുന്നേ? ഡോക്ടർ മാറുമെന്ന് പറഞ്ഞില്ലേ? നന്നായി നോക്കിയാൽ മതി. നാരായണൻ ഒച്ചയെടുത്തു. മാലിനി കണ്ണു തുടച്ച് നന്ദനെ നോക്കി. മോളിൽ ഞങ്ങൾ കൊണ്ടുപോവാ. ഒരു സമാധാനമില്ല നന്ദ. അല്ല, ഇവിടെ നോക്കാൻ ആരുണ്ട്? പറഞ്ഞേൽപ്പിക്കാൻ പോലും ആരുമില്ല, നാരായണൻ പറഞ്ഞു. ദേവു കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്ന കണ്ട് നന്ദനൊന്നും പറഞ്ഞില്ല. ദേവു ഒന്ന് നെടുവീർപ്പിട്ടു. ഞാൻ വരുന്നില്ല അച്ഛാ. ദേ, ഒന്നങ്ങ് വെച്ച് തരും. ഇത്ര നേരം ഞങ്ങൾ എങ്ങനെയാ നിന്നതെന്ന് അറിയോ? അപ്പോഴും ഇതൊന്നും അറിയിക്കാതെ നിങ്ങൾ മൂടി വെച്ചത്. അത് ആര് പറഞ്ഞിട്ടാവുമെന്ന് എനിക്ക് നന്നായി അറിയാം, നാരായണൻ ഇരുത്തി പറഞ്ഞു. നന്ദൻ തല ഉയർത്തിയതേയില്ല. ഞാൻ പറഞ്ഞിട്ടാ ആരോടും പറയാതിരുന്നേ. അച്ഛന് ആവശ്യമില്ലാത്തത് പറയണ്ട. ദേവുവിന് ദേഷ്യം വന്നു. ദേവു, മാലിനി വിളിച്ചു. നന്ദ, മോളെ ഞങ്ങൾ കൊണ്ടുപോവാ. ഇവിടെ നന്ദൻ ജോലിക്ക് പോയാൽ ഇവളെ ആര് നോക്കും? പെറ്റ വയറല്ലേ. ഇതറിഞ്ഞപ്പോൾ മുതൽ തീയിൽ ചവിട്ടിയ പോലെ ആയിരുന്നു. ദേവു പോയി റെഡിയാവ്, നന്ദൻ പറഞ്ഞു. ദേവു അവിശ്വസനീയമായി നന്ദനെ നോക്കി. നന്ദനൊന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു. നന്ദൻ പറഞ്ഞു കേട്ടില്ലേ, വാ മോളെ. ദേവു അമ്മയെ ദേഷ്യത്തിൽ നോക്കി നന്ദനെ പുറകെ ചെന്നു.
എന്താ പറഞ്ഞേ? ഡോറടച്ച് കാറ്റുപോലെ അവനടുത്തേക്ക് പാഞ്ഞു. പൊക്കോ, പോയി നിന്നിട്ട് വാ. പറയുമ്പോൾ നന്ദൻ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാസമൊക്കെ എന്നെ എങ്ങനെയാ നോക്കിയത്? ദേവു വിതുമ്പി തുടങ്ങി. അവിടെ എനിക്ക് പണിക്ക് പോയാലും ടെൻഷനായിരുന്നു. ഇവിടെ ഞാൻ പോയാൽ വേറെ ആരുണ്ട്? ഓഹോ, അങ്ങനെയായിരുന്നു. എന്നാൽ കേട്ടോ, ഞാൻ പോകുന്നില്ല. ഇതാ ഞാൻ ആരോട് പറയാതിരുന്നേ. ദേവു പിണങ്ങിക്കൊണ്ട് ബെഡിലിരുന്നു. നന്ദൻ ഷർട്ട് മാറ്റി അവൾക്കടുത്തേക്കിരുന്നു. ദേവൂട്ടി, നീ പോയി 2 ദിവസം നിന്നിട്ട് വാ. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും സങ്കടമാവും. ഞാൻ നിന്നെ വിടാത്തതാണെന്ന് കരുതും. അവർക്കും ഉണ്ടാവില്ലേ ടെൻഷനൊക്കെ? അവളുടെ തലയിൽ മെല്ലെ തലോടി. ദേവു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഞാൻ പോവാം, പക്ഷെ 2 ദിവസം. അതിൽ കൂടുതൽ നിൽക്കില്ല. പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഇതിൻ്റെ കുറ്റവും നന്ദേട്ടൻ്റെ തലയിൽ വരണ്ടെന്ന് കരുതിയാ? നന്ദൻ ചെറിയ പുഞ്ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് അടക്കി. യാത്ര പറഞ്ഞു പോകുമ്പോൾ അവളുടെ മുഖം കണ്ട് നന്ദന് സങ്കടം തോന്നി. ചെറിയ മഴയ്ക്ക് വീണ്ടും തയ്യാറെടുക്കുന്ന പോലെ. ദേവു വീട്ടിലെത്തുമ്പോൾ ഉമ്മർത്ത് തന്നെ നീതുവും അമ്മയും ദർശനവും ഉണ്ടായിരുന്നു. ദേവുവിനെ കണ്ടതും അടുത്തേക്ക് ഓടി വന്ന നീതുവിനെ നോക്കാതെ ദേവു നേരെ മുറിയിലേക്ക് പോയി ഡോറടച്ചു. നീതു വിഷമത്തോടെ എല്ലാവരെയും നോക്കി. രാത്രി കഴിക്കാൻ വിളിച്ചപ്പോൾ കുറച്ചു മാത്രം കഴിച്ച് ആരെയും നോക്കാതെ എഴുന്നേറ്റ് പോയി. ആരോടും ഒന്നും മിണ്ടാതെ ഫോണിൽ നന്ദനു മെസ്സേജ് അയച്ചിരുന്നു. ദേവു തൻ്റെ വാശി തീർത്തു. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ അമ്മയെ കൊണ്ടുവന്നേ? ദർശൻ ചോദിച്ചു. നാരായണൻ ആഹാരം കഴിക്കുമെന്ന് നിർത്തിക്കൊണ്ട് മകനെ നോക്കി. പിന്നെ അവളുടെ ഇഷ്ടം നോക്കി നിന്നാൽ ശരിയാവില്ല. എത്ര ആയാലും നമ്മൾ നോക്കുന്ന പോലെ ആവോ? മാലിനി പറഞ്ഞു. നിങ്ങൾ നോക്കുന്നതിൽ നന്നായി അവൻ നോക്കും. പിന്നെ ഇപ്പോൾ മനസ്സിന് സന്തോഷം കൊടുക്കണ്ടേ? അതിവിടെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ദർശൻ കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു. മാലിനിയും നാരായണനും പരസ്പരം നോക്കി. നന്ദ ഇരുട്ട് നിറഞ്ഞ വീട്ടിൽ തനിയായിരുന്നു. മനസ്സിനാകെ ഒരു ഒറ്റപ്പെടൽ. ടിവിയിൽ പല ചാനലും മാറ്റിക്കൊണ്ടിരുന്നു. ഫോണിൽ ഇടയ്ക്ക് വരുന്ന അവളുടെ മെസ്സേജുകളാണ് ആകെ ആശ്വാസം. മരുന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, കഴിക്കോ ആവോ? മെസ്സേജ് അയക്കുമ്പോൾ അതൊക്കെയാണ് ചോദിക്കുന്നത്. റിപ്ലൈ കൊടുക്കുമ്പോൾ അവൾക്ക് ചിരി വന്നു. രാത്രി എപ്പോഴും കണ്ണുകൾ അടഞ്ഞുപോയി. മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നേരത്തെ ഉറക്കം വരും. ഫോണിൻ്റെ വൈബ്രേഷൻ നിൽക്കാത്തത് കൊണ്ടാണ് അവൾ മിഴികൾ ചിമ്മി എഴുന്നേറ്റത്. സമയം 2 കഴിഞ്ഞിട്ടുണ്ട്. ഹലോ ദേവൂട്ടി. ആ വിളിയിൽ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. വിശ്വാസം വരാതെ ഫോണിലേക്ക് നോക്കി. നന്ദേട്ടൻ. നന്ദേട്ട, ജനലിൻ്റെ അരികിലേക്ക് വരൂ, ഒന്ന് കാണാനാ. ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ ഇരുട്ടിൽ നിൽക്കുന്നുണ്ട്. ഫോൺ കൈപിടിച്ച് ഉയർത്തി കാണിക്കുന്ന കണ്ടപ്പോൾ പാതി ശ്വാസം നിന്നുപോയി. മെല്ലെ ഡോർ തുറന്ന് ഇറങ്ങി. ശബ്ദമുണ്ടാക്കാതെ ഹാളിലെ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നീ എന്തിനാ ഇറങ്ങി വന്നേ? നന്ദൻ പടികയറി മുറ്റത്തേക്ക് നിന്നു. ദേവ് വേഗം അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. അവളുടെ കൈകൾ പുണർന്നപ്പോൾ നന്ദനും അവളെ ആഞ്ഞു പുണർന്നു. നമ്മൾ പോരെ നന്ദേട്ട? നന്ദൻ അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി നോക്കി. എല്ലാവരും വേണം ദേവു. വേണ്ട, അവർക്ക് സങ്കടം തോന്നില്ലേ? അന്ന് കല്യാണത്തിന് ഈ സങ്കടമൊന്നും കണ്ടില്ലല്ലോ. ദേവു കെറുവോട് പറഞ്ഞപ്പോൾ നന്ദൻ ചിരി വന്നു. അവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കണ്ടേ? അവരെന്താ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാത്തേ? ഓ, നിന്നോട് പറഞ്ഞ് മത്സരിക്കാൻ ഞാനില്ല. മരുന്ന് കഴിച്ചോ നീ? ചോദിക്കുമ്പോൾ തലയിലൊക്കെ തലോടി. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ചോദിക്കുന്നേ? പോയി കിടന്നോ? ഇപ്പോഴോ? ആ, സമയം എത്രയായെന്ന് അറിയോ? അതിവിടെ വരുമ്പോൾ നോക്കിയില്ലേ? നന്ദൻ വാപൂട്ടി. പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. പോയി കിടക്ക്. നന്ദൻ അവളെ അകത്തേക്ക് തള്ളി. നാളെ കൂടിയേ നിൽക്കൂ, മറക്കണ്ട. തള്ളിയ പോലെ തന്നെ അവൾ തിരിച്ചു വന്നു. അവരെ വിഷമിപ്പിക്കേണ്ട ദേവു. ഇല്ലെങ്കിൽ ഞാൻ മോളെ നിർത്തുന്നില്ലെന്ന് പറയും. നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നന്ദൻ വീണ്ടും അകത്തേക്ക് വിട്ടു. ദേവ് മുഖം വീർപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു വന്നു. അവൻ്റെ കവിളിൽ മുത്തിക്കൊണ്ട് അകത്തേക്കോടി. ചിരിയോടെ തിരിഞ്ഞു നടന്നു. റൂമിൽ ചെന്ന് ജനലിലൂടെ നോക്കുമ്പോൾ പകുതി വഴിയിൽ വെച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കുന്നേ കാണാം. നന്ദൻ ബൈക്ക് തിരിച്ച് പോകുന്നത് നോക്കി ദേവ് ചിരിയോടെ നിന്നു. മനസ്സിനിപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ബെഡിലേക്ക് അതേ പുഞ്ചിരിയോടെ തന്നെ മറിഞ്ഞു. നന്ദനും അപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്നാലും ഇരുട്ട് നിറഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ ശരിക്കും ശൂന്യത തോന്നും. പെണ്ണുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV വെച്ച് അതിനൊപ്പം പാടിക്കൊണ്ടിരിക്കും. നന്ദൻ സമയം നോക്കി. 2:45 മിഴികൾ മെല്ലെ അടയ്ക്കുമ്പോൾ പെണ്ണിൻ്റെ കുറുമ്പ് നിറഞ്ഞ നോട്ടം ഓർമ്മ വന്നു. ഇങ്ങനെ ഒരു പെണ്ണ്. 2 ദിവസം കൂടി സമാനമായി കടന്നുപോയി. രാവിലെ എഴുന്നേറ്റതും മടുപ്പായിരുന്നു. ഒരു യന്ത്രം പോലെ കുളിച്ച് ആഹാരം കഴിച്ചു. പിന്നെ ബെഡിലേക്ക് വീണു. നന്ദേട്ടനെ വിളിച്ചപ്പോൾ ജോലിക്ക് കയറി എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് കടയിൽ നിന്ന് കഴിച്ചെന്ന് പറഞ്ഞു. ഫോണും TV മാത്രം നോക്കി സമയം പോകുന്നില്ല. സംസാരിക്കാൻ വന്ന അമ്മയെ ഗൗനിക്കാതെ ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തിരുകി. മാലിനി മുഖം കുനിച്ച് എഴുന്നേറ്റ് പോയി. നാരായണൻ ഇതൊക്കെ കണ്ടെങ്കിലും മകൾ ഇങ്ങനെയാവാൻ കാരണം നന്ദനാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു.
ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നന്ദേട്ടനെ വിളിച്ചു. ഏതോ പുതിയ കടയാണ്, അവിടെയാണ് പണി. നീ കഴിച്ചോ? നന്ദേട്ടനോ? കഴിക്കുന്നു. പണി എപ്പോൾ തീരും? സമയാവും. സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. വലുതാണ്. കണ്ണനൊക്കെ ഉണ്ടോ? വേറെ പുതിയ പിള്ളേരുമുണ്ട്. വെക്കേഷനല്ലേ? കഴിച്ചിട്ട് വിളിക്ക്. ദേവ് ഫോൺ കട്ടാക്കി. അച്ഛനും അമ്മയും ദേവിനെ തന്നെ നോക്കുന്നുണ്ട്. ദേവു? ദേവ് തലചരിച്ചു. നീതുവാണ്. ദേവ് മൈൻഡ് ചെയ്യാതെ പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു. നീതു അവളെ സങ്കടത്തോടെ നോക്കി. കൈ കഴുകി തിരിച്ചു വന്നിട്ടും നീതുവിനെ നോക്കാതെ അവൾ മുറിയിൽ പോയി ഡോറടച്ചു. നീതു പിന്നെ ആരെയും നോക്കാതെ പുറത്തേക്ക് ഓടി. ഇടയ്ക്കിടെ അമ്മ വന്ന് നോക്കിപ്പോവും. അത് ശ്രദ്ധിക്കാതെ ഇരുന്നു. സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ ഒരു വാക്ക് നന്ദേട്ടന് കൂടെ വിളിക്കാമായിരുന്നു. ഇതിപ്പോ ദിവസം 3ആയി. എന്തൊക്കെ ആയാലും മരുമോനല്ലേ, അതുപോലെ ഓർത്തില്ല. അത് ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. നല്ല ജോലി തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ല. ഫോണും നോക്കി വെറുതെ കിടന്നുറങ്ങി. ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. വയ്യ എനിക്ക്. അമ്മയുടെ ഉറക്കെയുള്ള പരാതി പറച്ച് കേട്ട് കണ്ണു തുറക്കുമ്പോൾ നേരെ സദ്യയോട് അടുത്തിരുന്നു. കണ്ടറിഞ്ഞ് സഹായിക്കാൻ ആരുമില്ല. കണ്ടാലും വരില്ല. ഞാൻ ആർക്കു വേണ്ടിയാ കഷ്ടപ്പെടുന്നേ? അമ്മയുടെ ശബ്ദം ഇടറിയപ്പോൾ ദേവ് മെല്ലെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അമ്മ നിലം തുടയ്ക്കുന്നുണ്ട്. സമയം 5:30ആയി. ഇപ്പോഴാണോ അമ്മ നിലം തുടയ്ക്കുന്നേ? ചോദിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടെന്ന് കരുതി. ഹാളിലെ സെറ്റിൽ അച്ഛനിരിപ്പുണ്ട്. മോളുണ്ട്, മോനുണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം? മാലിന്യം തുടയ്ക്കുന്നതിൻ്റെ ഇടയിലും പിറുപിറുക്കുന്നുണ്ട്. അല്ല, ഞാൻ അമ്മയെ സഹായിക്കണോ? അത്രയ്ക്ക് വയ്യായിക ഒന്നുമില്ല നിനക്ക്. പെൺകുട്ടിയാണ് നീ. അത് ഓർമ്മ വേണം. പറയണ്ടെന്ന് കരുതുമ്പോൾ നീ മുതലെടുക്കുന്നുണ്ട്. മാലിനിയുടെ ദിവസങ്ങൾ കൂടിയുള്ള സങ്കടം വിതുമ്പലായി. ഒരു പെൺകുട്ടിയുള്ള അമ്മയ്ക്ക് ഒരാശ്വാസമുണ്ടാവും. ദേവ് ഉറക്കെ ചിരിച്ചു. അമ്മയ്ക്ക് ഇവിടെ കാല് വയ്യാതെ ഇരുന്നപ്പോൾ ഞാൻ തന്നെയല്ലേ എല്ലാം ചെയ്തു തന്നത്. അമ്മ കഴിച്ച പ്ലേറ്റും ഞാൻ കഴുകിയല്ലോ. അതെനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട്. ഇത് നിനക്ക് അത്രയ്ക്ക് വയ്യായികയാണോ? എനിക്ക് വയ്യെന്നറിഞ്ഞപ്പോൾ എൻ്റെ നന്ദേട്ടൻ എന്നെക്കൊണ്ട് കുനിഞ്ഞ് ഒരു പ്ലാവില പോലും എടുപ്പിച്ചിട്ടില്ല. നന്ദേട്ടൻ നേരെ ചൊവ്വേ നോക്കില്ല. നിങ്ങൾ തീയിലാ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പണിയെടുപ്പിക്കാണോ? ആണോ അച്ഛാ? എനിക്ക് വയ്യെന്നറിഞ്ഞ് കൊണ്ടുവന്നതാണോ? അതോ അമ്മയെ സഹായിക്കാൻ കൊണ്ടുവന്നതാണോ? ദേവി ഇരുകയും കെട്ടിനിന്നു. മാലിനി, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവിടെ വെച്ചേക്ക്. നാരായണൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് എഴുന്നേറ്റു. ദേവു അമ്മയെ നോക്കി മോപ്പിനായി കൈനീട്ടി. വേണ്ട, ഞാൻ ചെയ്തോളാം. മാലിനി ഇടർച്ചയോടെ മുഖം താഴ്ത്തി. വൈകുന്നേരം ദർശനം വന്നപ്പോൾ അവൾക്കൊരു ഫോം നീട്ടി. എനിക്കെന്തിനാ ഇപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്? എനിക്ക് കമ്പ്യൂട്ടറൊക്കെ കുറിച്ചറിയാം, ദേവ് പറഞ്ഞു. നന്ദനെ കണ്ടിരുന്നു. അവൻ തന്നതാ. അവൻ ജോലി ചെയ്യുന്ന നേരെയുള്ള ക്ലാസ്സാണ്, ദർശൻ പറഞ്ഞു. ദേവുവിൻ്റെ കണ്ണുകൾ വികസിച്ചു. വേഗം ഫോമൊക്കെ പൂരിപ്പിച്ചു. നാളെ ഇതും കൊണ്ട് പോയാൽ മതി. പിന്നെ ക്യാഷ് കുറച്ച് കൈപിടിച്ചേക്ക്. ഞാൻ അയച്ചു വിടാം. ദേവ് താല്പര്യത്തോടെ തലയാട്ടി. രാവിലെ അമ്മയെ അടുക്കളയിൽ സഹായിച്ചു. അധികം സ്ട്രെയിനായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വയറിൽ ചെറിയൊരു വേദന വരും. അമ്മയുടെ മുഖത്ത് അല്പം തെളിച്ചമുണ്ട്. കൂടെ നിന്ന് കുറച്ചൊക്കെ ആവുന്നേ ചെയ്തു. ദർശൻ്റെ കൂടെ തന്നെ അവൾ ഇറങ്ങി. ഫോൺ കൊടുത്ത് ജോയിൻ ചെയ്തു. പറഞ്ഞ പോലെ ക്ലാസ്സിന് നേരെയുള്ള ബിൽഡിങ്ങിലാണ് പണി നടക്കുന്നത്. ക്ലാസ് ടീച്ചർ ഒരു 30 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു സുന്ദരി ചേച്ചിയാണ്. ബുക്കിലുള്ളതൊക്കെ നന്നായി വിവരിച്ചു പറയുന്നുണ്ട്. പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും നേരെയുള്ള അവരവർക്ക് കൊടുത്ത സിസ്റ്റത്തിന് നേരെ തിരിഞ്ഞു. ദേവും നേരെ ഇരുന്നു. ജനലിനടുത്താണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നേ കാണാം. പോവുന്നടി. പെൺകുട്ടിയുടെ അടക്കി പിടിച്ച സ്വരം കേട്ട് ദേവ് തലചരിച്ചു. തൻ്റെ സൈഡിലിരിക്കുന്ന 3 പെൺകുട്ടികളാണ്. അവരുടെ നോട്ടവും നേരെയാണ്. ദേവ് തല എത്തിച്ചു നോക്കി. ദൈവമേ, നന്ദേട്ടൻ ഫോണിൽ സംസാരിച്ച് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾ 3ആളും എത്തി നോക്കാൻ തുടങ്ങിയപ്പോൾ ദേവുവിൻ്റെ അടിവയറൊന്ന് കാളി. നോക്കുന്നേ ഇല്ലടി. അതിലൊരാൾ പരിഭവിച്ചു. ദേവു ഒന്ന് ഉമിനീറിറക്കി. കഴിഞ്ഞോ ദേവിക? ദേവു ഞെട്ടി. വേഗം സിസ്റ്റത്തിലേക്കും ബുക്കിലേക്കും മാറി മാറി നോക്കി നോട്ട്സ് ചെയ്യാൻ തുടങ്ങി. മാം, ഇതെങ്ങനെയാ? ദേവു ബുക്കിലെ ഡൗട്ട് ചോദിക്കാൻ തലയുയർത്തി. കണ്ണുകൾ മിഴിഞ്ഞു. ടീച്ചറും നന്ദേട്ടനെ നോക്കിയാണ് നിൽപ്പ്. ദേവു വേഗം തല താഴ്ത്തി. കണ്ണുകൾ നിറഞ്ഞു. മൗസിലിരുന്ന കൈ ഒന്നുകൂടെ മുറുകി. ഇങ്ങേരാരാ? കാമദേവനോ? ദേവ് നേരെ നോക്കിയപ്പോൾ നന്ദ ഷർട്ട് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത്. അയ്യോ പോയി. പെൺകുട്ടിയുടെ ആവലാതി കുറച്ചുറക്കെയാണ്. വേഗം ചെയ്ത് കാണിക്ക്. ഡെസ്കിൽ തട്ടി ടീച്ചർ അല്പം ദേഷ്യത്തോടെ കടന്നുപോയി. ദേവുവിന് ഹാർട്ട് ബീറ്റ് കൂടി. വേഗം ചെയ്ത് കാണിക്ക്. ഡെസ്കിൽ തട്ടി ടീച്ചർ അല്പം ദേഷ്യത്തോടെ കടന്നുപോയി. ദേവുവിന് ഹാർട്ട് ബീറ്റ് കൂടി. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് വേഗം മുഖം കുനിച്ചു.